ഹലോ ഫ്രണ്ട്സ്, വരാൻ പോകുന്ന ക്രിസ്മസിൻ്റെ എല്ലാ മംഗളാശംസകളും നേരുന്നു. അപ്പോൾ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാതെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു പ്രിപ്പറേഷൻസും ഇല്ലാതെ എങ്ങനെയാണ് പ്ലം കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ അരക്കപ്പ് പഞ്ചസാര പാനിൽ നമ്മൾ ചെറു തീയിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊന്ന് നമ്മൾ പാനൊന്ന് ചുറ്റിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ കരിഞ്ഞു പിടിക്കും. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിരിക്കാൻ, നിങ്ങൾ പോയി കണ്ടാൽ മതി. അപ്പം നമ്മൾ സ്പൂണൊന്നും ഇട്ട് ഇളക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊന്ന് പാൻ ചുറ്റിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് മുഴുവൻ ഉരുകി കഴിയുമ്പോഴേക്കും നമുക്ക് നമ്മളുടെ സ്പൂണിട്ടൊന്ന് ഇളക്കി 1/4 കപ്പ് വെള്ളം നമ്മൾ അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് ഓറഞ്ച് ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് 3 ഓറഞ്ച് നമ്മൾ അടിച്ചെടുത്ത ജ്യൂസാണ്. ഇത് നല്ലപോലെ ഇങ്ങനെയൊന്ന് തിളച്ച് വരും. ഒന്ന് കുറുകി വരുമ്പോഴേക്കും, ഒത്തിരി കുറുകണ്ട, ഒരു ഏകദേശം ഒന്ന് ഈ പരുവത്തിൽ കുറുകി വരുമ്പോഴേക്കും നമ്മൾ സ്റ്റൗ ഓഫാക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഒന്ന് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ 2 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സും 1/2 കപ്പ് നട്ട്സുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നട്ട്സ് കാഷ്യൂ നട്ട്സും ബദാമുമാണ്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് മുന്തിരിങ്ങായും ടൂട്ടി ഫ്രൂട്ടിയും ചെറിയും പിന്നെ ഡേറ്റ്സുമാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് ഡ്രൈ ഫ്രൂട്ട്സ് ആണോ ഉള്ളത് അത് നമ്മൾ ഉപയോഗിച്ചാൽ മതി. ഇത് നല്ലപോലെ ഒന്ന് ഒരു ഏകദേശം ഒരു 10 മിനിറ്റത്തേക്കൊന്ന് ചെറു തീയിൽ വെച്ച് തന്നെ നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതൊരു ജ്യൂസി പരുവത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മളത് ഓഫ് ചെയ്യണം. പിന്നെ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും തരത്തിലുള്ള ജാം ഉണ്ടെങ്കിൽ, ഇത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങളുടെ കയ്യിൽ മിക്സഡ് ഫ്രൂട്ട് ജാമോ ബ്ലാക്ക് കറന്റ് ജാമോ ബ്ലൂബെറി ജാമോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അതൊരു ഫ്ലേവറിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു ജാം ചേർക്കുന്നത്. ഇനി നമുക്ക് പൊടി എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് നോക്കാം. 1/4 കപ്പ് മൈദയിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അരിപ്പയിൽ തെള്ളി വേണമെങ്കിലും എടുക്കാം. അരിപ്പയിൽ തെള്ളി എടുക്കുവാണെങ്കിൽ നിങ്ങൾ ഒരു 2-3 പ്രാവശ്യം തെള്ളി എടുക്കുന്നത് നല്ലതായിരിക്കും. ഇനി നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് ബ്രൗൺ ഷുഗറാണ്. അപ്പോൾ ഒരു 1/4 കപ്പ് ബ്രൗൺ ഷുഗർ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് സ്പൈസസും എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 5-6 ഗ്രാമ്പൂവും ഒരു 2-3 സിനമൺ സ്റ്റിക്കും പിന്നെ ഒരു ചെറിയ പീസ് ജാതിക്കായും കൂടെ നമ്മൾ ഷുഗറിൻ്റെ കൂടെ പൊടിച്ചിട്ട് 150 ഗ്രാം ബട്ടറിൻ്റെ കൂടെ അതൊന്ന് നല്ലതുപോലെ മിക്സിയിൽ അടിച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് 1 ടീസ്പൂൺ വാനില എസൻസും 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും കൂടെ അതിൻ്റെ കൂടെ ചേർത്തിട്ട് വീണ്ടും നമ്മൾ മിക്സിയിൽ ഒരു 3-4 പ്രാവശ്യം നല്ലതുപോലെ ഒന്നിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. അതൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ട് നമ്മൾ ഇടഞ്ഞു വെച്ചിരിക്കുന്ന പൊടിയും പിന്നെ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് ഓൾട്ടർനേറ്റീവ്ലി ഇതിൻ്റെ കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഓറഞ്ച് ക്യാൻഡിയുടെ ഓറഞ്ച് സ്കിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ അത് ഇല്ലാത്ത കൊണ്ട് ഓറഞ്ചിൻ്റെ തൊലി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തത് ഒരു ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഇതിൻ്റെ കൂടെ നമുക്ക് ആ ഓറഞ്ചിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 1 ടീസ്പൂൺ ഹണിയും 1 ടീസ്പൂൺ നെയ്യും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഈ പറഞ്ഞ പോലെ നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ടാണ്. പക്ഷേ അതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ തന്നെ വേണം നമ്മൾ ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും വരുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇട്ടേക്കണേ. പിന്നെ നമ്മൾ എല്ലാം കൂടെ ഒന്ന് ഒരു 7 ഇഞ്ച് പാനിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. നമ്മളുടെ ബാറ്റർ നമ്മൾ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തിന് മുമ്പ് നമ്മൾ നമ്മളുടെ ഓവൻ പ്രീഹീറ്റ് ചെയ്തിടാൻ മറക്കരുത്. 200 ഡിഗ്രിയിൽ 10 മിനിറ്റ്സിലേക്ക് പ്രീഹീറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ കേക്ക് വെച്ച് കഴിഞ്ഞ് ഒരു 160 ഡിഗ്രിയിൽ ഏകദേശം ഒരു 90 മിനിറ്റ്സോളം, അതായത് 1.5 മണിക്കൂറോളം ഈ കേക്ക് ഒന്ന് കുക്ക് ആകാനായിട്ട് നമുക്ക് എടുക്കും. അപ്പോൾ അതിന് പുറമേ ഒരു ഡെക്കറേഷന് വേണ്ടി ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സും ചെറിയും കൂടെ അതിൻ്റെ പുറത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ കേക്ക് റെഡി ആയി കേട്ടോ. അപ്പം നല്ല സൂപ്പറായിട്ട് നമ്മളുടെ കേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഡീമോൾഡ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമ്മൾ ഓറഞ്ച് ജ്യൂസിലാണല്ലോ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തത്, കുക്ക് ചെയ്തെടുത്തത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പുറത്തൂടെ ഒന്ന് ഓറഞ്ച് ജ്യൂസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതൊരു ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചിട്ട് ഒരു 24 അവേഴ്സ് കഴിഞ്ഞ് ഏകദേശം ഒരു പിറ്റേ ദിവസമാണ് നമ്മൾ ഈ കേക്ക് മുറിക്കാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നമ്മളുടെ കേക്ക്. കണ്ടോ നമ്മളുടെ കേക്ക് ഇരിക്കുന്നത്? അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ഒരു ദിവസത്തിന് ശേഷമാണ് ഞാൻ ഈ കേക്ക് മുറിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിനകത്ത് ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ഒക്കെ എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന്. കണ്ടോ, നമ്മുടെ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ഒക്കെ ഈവനായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതിൻ്റെ അടിയിലത്തെ ആ ബട്ടർ പേപ്പർ അഴിച്ച് മാറ്റാൻ മറന്നുപോയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് കൂട്ടിയാണ് കട്ട് ചെയ്തത്. കണ്ടോ, നല്ല അടിപൊളിയാണ്. ഉണ്ടാക്കാൻ മറക്കരുതേ. താങ്ക് യു.